ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വർഷം ഇന്ത്യണതിന് മുന്നേ ലാസ്റ്റത്തെ വ്ളോഗാണ്. കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചേച്ചിയുണ്ട്, വീരമ്മയും ഭർമ്മമ്മനും ഉണ്ട്. നമ്മൾ ഇന്ന് കാന്തല്ലൂര് ഇവരുടെ റിസോർട്ടിലേക്ക് പോണാണ്. അപ്പോൾ റിസോർട്ടിന്റെ പേര് പറയൂ. ഈസ്റ്റേൺ ഹെവൻ റിസോർട്ട്സ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ഇപ്പം വീണാൻ്റെ ഒക്കെ ഉണ്ട്, അവർ ബാക്കിൽ വേറെ കാറിൽ വന്നിട്ടിരിക്കുന്നതാണ്. സോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ കോതമംഗലത്ത് വന്നേക്കണതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ ഒരു നല്ലൊരു എന്താ പേര് എനിക്കറിയില്ല, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ നല്ലൊരു ഇതാണ് സ്ഥലമാണ്. എനിവേസ്, നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്കൊരു അപ്രോക്സ് ഒരു 5 hour ട്രാവൽ ഉണ്ട് നമുക്ക്. നമ്മളപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചതിലേക്ക് ട്രാവലിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഇത് ഷെമിനോട് ഈ ആംഗിളെന്നല്ല, അത് ആ ആംഗിൾ വെച്ചത് ഗൈസ്. കാന്തല്ലൂര് കയറുമ്പോൾ തന്നെ ഹരിതകർമ്മ സേനയുടെ വക നമുക്കൊരു കവർ മേടിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയിരുന്നു കൊണ്ട്, അതാരണം കൊണ്ട്. സോ 50 rupees ഇവർ കയറുമ്പോൾ എല്ലാവരും വണ്ടീനെ മേടിക്കുന്നതാണ്. ബഹുമാമ ഇനി പ്രാവശ്യം മേടിക്കണമെന്ന് വെച്ച് കൊണ്ടുവന്നതാണ്, പക്ഷെ പിന്നെയും മേടിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഈസ്റ്റേൺ ഹെവനിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട് ഇവിടെ. സോ ഗൈസ്, ഇതാണ് ബാബുമാമൻ്റെ സ്റ്റേ. സോ ഗൈസ്, നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ ഡീലക്സും സ്യൂട്ട് റൂമാണ് ഉള്ളത്. സ്യൂട്ട് റൂം ഞാൻ കാണിച്ചിട്ടത്. ഞാൻ പറയാം, സച്ച് എ പ്രിട്ടി റൂം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ എ പീകോക്ക് റൈറ്റ് ദേർ. നല്ല വ്യൂ ആണ്. ആൻഡ് കെറ്റിലുണ്ട്. വി ഹാവ് ഡെന്റൽ കിറ്റ്, ഷേവിംഗ് കിറ്റ് ആൻഡ് ഓൾ ദ തിങ്സ്. ഷെൽഫ്, വെരി പ്രിറ്റി റൂം. ബാൽക്കണി, എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് മൈല നമുക്ക് നേരിട്ടുണ്ട്. ഈ ആ കാണുന്ന ബിൽഡിങ് വേറെ തന്നെ, അവിടെയും സെയിം ഇതേപോലെ തന്നെ. നമ്മൾ വാഷ്റൂം ഇസ് ഓൾസോ സോ പ്രിറ്റി. അങ്ങനെ ഇതാണ് വേറെ സ്യൂട്ട് റൂം. ഇനി അടുത്തത് ഡ്യൂലക്സ് റൂമാണ്. ഇവിടെ സ്വിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അങ്ങനെ ബെഡ് കിടന്ന അപ്പം തന്നെ നമുക്ക് ടി വി കാണാം. ഷെൽഫ് ഉണ്ട് ആൻഡ് മിറർ, സോഫ, എവറിത്തിങ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാ റൂമിലും ബാൽക്കണി. ഇതാ ഫ്രണ്ട് സൈഡിലെ വ്യൂ ആണ്. അവരവിടെ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ഇടിയാണല്ലോ ഗൈസ്. ഇതൊരു 4 o'clock 4:30 ടൈമാണ്. ഇപ്പം തന്നെ ഇവിടെ ഇത്ര ഫോഗൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇപ്പം ഒട്ടും കാണാൻ പറ്റില്ല. എനിക്ക് കിട്ടാൻ വന്നതാണ്, ഡോണ്ട് മൈൻഡ്.
ഗായ്സ് ഒരു വട്ടം ഇവിടെ കൂടെ ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു രാത്രി. ഇവിടെ കൂടെ നമ്മുടെ CCTV കാണിച്ചു തന്നു. ഇപ്പോഴല്ല കുറേ മുന്നേ. ഇപ്പം കുറേ വന്നിട്ടൊന്നുമില്ല. സോ ഗൈസ് ഇപ്പോൾ നൈറ്റായിട്ട് അവിടെയൊക്കെ ലൈറ്റ് ഇട്ട് ഇത്ര നേരം മഞ്ഞായിരുന്നു. അവിടെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മഞ്ഞൊന്ന് കുറച്ച് മാറിയത്. ആൻഡ് വി ഹാവ് ദി campfire going on. ഇതൊരു കോമൺ ആയിട്ടുള്ള ഫെയറാണ്. അവർക്ക് അവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്, മറ്റേ ഇരുന്നിട്ട് അവിടെ സീറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉള്ളത്. ഇതിപ്പോൾ കോമൺ ആയിട്ട് ഇട്ടേക്കുന്നതെന്ന് ഐ ഗസ്. നീ ഇടാൻ പറ്റണമല്ലോ ഇടാദ്യം. ഗൈസ് എൻ്റെ സൈഡിൽ കൂടെയും പോയി. അവിടെ നിന്നപ്പോൾ ഓൾ അങ്ങോട്ട് വരൂല, പോയി എടുക്കാം. പരാജയം നമ്മുടെ ജയത്തിന്റെ മുന്നോടി സ്റ്റെപ്പുകളാണ് കേട്ടോ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് ഇവിടെ സീസോ എടുക്കൊണ്ടിരിക്കുന്ന രണ്ടെണ്ണം നിങ്ങൾക്ക് ഇപ്പൊ കാണാം. കാണാൻ പറ്റത്തുണ്ടോ മുഖത്ത് നിങ്ങൾക്ക്? ക്ലിയർ അല്ല. ഓക്കെ ആലോചിച്ചോക്കണം നിങ്ങൾ. ഞാൻ ഇപ്പൊ അത്ര സ്കിൽഫുൾ ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ, എനിക്കറിയാം. ഇന്നലെ ആക്ച്വലി നമ്മൾ ഫുഡ് കഴിച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. രാവിലത്തെ കഴിച്ച് ഞാനൊരു നമ്മൾ വിശന്നിട്ട് പെട്ടെന്ന് ആക്രാന്തത്തോടെ കഴിച്ചായിരുന്നു. പിന്നീട് ഞാൻ പകുതിട്ടപ്പോഴും അവർ നോക്കി ഫുഡിന് ഞാൻ എടുത്തില്ലല്ലോ എന്ന്. നല്ല ബിരിയാണി ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. രാത്രി ചപ്പാത്തി ഉണ്ടായിരുന്നു, അതും നല്ലതായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചു. പിമ്പിൾ ഗൈസ്, പിമ്പിൾ ഡാൻ. ഓക്കെ, ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബീനമയും ഭഗവാന് രാവിലെ തന്നെ നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഏതോ വഴി കൂടെ ഒക്കെ പോയിട്ട് വന്നതാണ്. പിന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഓപ്ഷൻ ഉണ്ട്. പൂരി, എനിക്കാണ് ബ്രെഡ്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കഴിച്ചോ എന്ന് പറഞ്ഞു. സോ വി ആർ ഗോയിങ് ടു ഈറ്റ്. ആൻഡ് നമ്മൾ ഇനിയൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കുറേ പിമ്പിൾ വരുന്നു എനിക്ക്. സോ ഗൈസ്, ഇപ്പം നമ്മൾ എല്ലാവരും കൂടെ മുകളിലേക്ക് എങ്ങോട്ടോ നടക്കണേന്ന്. എന്നാൽ കടയിൽ പോയിട്ട് കുറച്ച് ലീസൊക്കെ കിട്ടിക്കൊള്ളാന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഈ സൂപ്പർ ചെരുപ്പിട്ടിട്ട് നടക്കണമെന്ന് കൊണ്ട് എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മിക്കവാറും നിലത്ത് കിടക്കുന്നുണ്ട്. എന്നെ വന്ന് ഓടി രക്ഷിക്കണം. ഗൈസ്, ആസ് യു ക്യാൻ സീ, ആനിമറുടെ ടിപ്പിക്കൽ സ്വഭാവം വെച്ച് അവരുള്ളാണ്ട് പൂവും മടലും ഒക്കെ പോയി നോക്കുന്നുണ്ട്. നമുക്ക് ദിശാബിനൊക്കെ ഒരു ബുക്ക് ഉണ്ടാക്കാം. Wow guys, look at this tree. Very pretty. ഞാൻ ഒരു വീഡിയോ വെച്ച് ഇങ്ങനത്തെയൊക്കെ മരം വെക്കും. വളരണോ? ആ പൂ കൊള്ളാം. ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ. ഇത് ക്രിസ്മസ് ട്രീ ആണോ? ആണെന്നല്ലേ? പ്ലീസ് ഗൈസ്, ഇത് പുറത്തുനിന്ന് ഒരാൾ കണ്ടെന്ത് തോന്നും ഒളിഞ്ഞു നോക്കണത് വേണ്ടിയിട്ട്. ഗൈസ്, ഇത് നമ്മൾ ബുക്ക് ചെയ്ത് ദിശാബിനെ കൊടുക്കാൻ. ദിശാബിനോയ് ദിശാബിനോയ്ക്കാൻ ഒരു ഡോഗി ഓടുന്നു. ഡോഗി ബേബി. ഗൈസ്, നിങ്ങൾക്കാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബുക്കിൽ നിലത്തിട്ട് സോറി സിസ്റ്റർ. എന്നിട്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്ന പറഞ്ഞ ഭീഷണിപ്പെടുത്തിയപ്പോ വേഗം നിലത്തുനിന്ന് എടുക്കുന്നത്. ഇതാണ് ഇത് സ്നേഹിക്കാൻ ശ്രമിച്ചപ്പോ പിന്നെ ഭംഗിയില് ഇതേ കണ്ട അതൊക്കെ ഇപ്പൊ പറിച്ചെടുത്ത് കളയുന്നു. ചെമ്പരത്തെ കുറച്ചുകൂടി ചേരണം കേട്ടോ. ഓക്കെ, ചിക്കൻ കൂട്ടാതെ എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കി തന്നത്
സോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി വി ആർ ചെക്കിങ് ഔട്ട് ഓൾ ദ റിസോർട്ട് ആക്ച്വലി. നമ്മൾ അവിടെ എല്ലാ റിസോർട്ട് പോയി ഇപ്പോൾ കണ്ടു. ഐ മീൻ എന്താ പണി നടന്നുകൊണ്ടിരിക്കണമെന്ന് അവിടുത്തെ ഒരു റിസോർട്ടല്ല, അത് ജസ്റ്റ് അടച്ചിട്ടേക്കണാണ്. അവിടെ ഇവരെന്തോന്ന് നേരത്തെ നിന്നിട്ടുണ്ട്. ബിനമൈ ഇസ് ടെല്ലിങ് സ്റ്റോറീസ്, ഓരോ ബിൽഡിങ്ങിൽ ഓരോ സ്റ്റോറിയൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കാണാമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. എനിവേസ് ഓക്കെ, നമ്മൾ ഇങ്ങനെ നടന്നുണ്ട്. ഗൈസ് ഫൈനലി എനിക്ക് കിട്ടി ഗൈസ്. ചാക്കപ്പ അവിടെ പോലെ ഗൈസ് അങ്ങനെ കുട്ടാപ്പെ നമ്മളിപ്പോൾ ഒഫീഷ്യലി കൂടിയിട്ടുണ്ട്. ആള് നമ്മളപ്പം നടക്കണാണ്. ഇപ്പം പ്ലോട്ടൊക്കെ കണ്ടിട്ട് പോണേനാ ഓർഡർ. ഓക്കെ, എന്തത്? സോ ഗൈസ് നേരത്തെ ഷബിനെ വെള്ളം മണത്ത് പിടിച്ചായിരുന്നു. ഇവിടെ വെള്ളം ഉണ്ടെന്ന് മണത്തറിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ആ വെള്ളം ഉള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഷബിനെ മണത്തറിഞ്ഞ വെള്ളം അവിടെ ഉണ്ട്. ആ പോണതാണ് മണത്തറിഞ്ഞ വെള്ളം. ഗൈസ് ബസ്സാണ് ഗൈസ് വണ്ടി പോണത്. നമ്മളങ്ങനെ എല്ലാരും കൂടി യൂനോ കളിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോ കാടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, എല്ലാരും കളിയൊക്കെ പഠിച്ചോണ്ടിരിക്കണാണ്. നമുക്കൊന്നും വലിയ ഐഡിയ ഇല്ല. ഐ മീൻ ഇവർക്കൊന്നും വലിയ ഐഡിയ ഇല്ല. കളി പഠിക്കുന്നുണ്ട്. ബീനമ്മ ഇവിടെ തകർക്കുന്നുണ്ട്. ഹിന്ദി സീരിയലിൽ വിഷം കളിക്ക് തന്നെ പോലെ പാൽപ്പൊടി നല്ല വാട്ടച്ചാരെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുളിച്ചു കേട്ട് പറയുന്നുണ്ടെന്ന്. നല്ല ചായ. Everyone should try the Shebin's tea. Okay, guys. Yummy. ഇപ്പൊ തന്നെ പറയുള്ളു. കുടിക്ക്. സോ ഗൈസ് ഇപ്പൊ നമ്മ അടുത്ത കളിയിലേക്ക് മുഴുകിയിട്ടുണ്ട്. മേളിന്നൊക്കെ എടുക്കണം. അത് ഗൈസ് ഇവര് അപ്പോൾ ഈ റിസോർട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആയി ഇവരുടെ. സോ ഡിന്നർ സെറ്റായി. ബാബിക്യൂ ആയിരുന്നു ലാസ്റ്റ് ഡേ. സോ ഗൈസ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. നല്ല തണുപ്പായിരുന്നു രാത്രി. നല്ല തണുപ്പിച്ചിരി കൂടുതലായിരുന്നു രാത്രി. സോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. നേരെ കഴിച്ചിട്ട് പോകും. സോ യാ, ദാറ്റ് വാസ് ദ ട്രിപ്പ് ഗൈസ്. സോ ഗൈസ് അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. അങ്ങനെ ഒരു സ്റ്റേ മൊത്തത്തെ അടിപൊളിയായിരുന്നു. ലൈക്ക് റൂമും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. റൂംസൊക്കെ ഭയങ്കര വലിയ റൂമാണ്. ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു. ഇവിടുത്തെ ചേട്ടന്മാർ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണ. പിന്നെ ഇവിടെ ലൈക്ക് ഫ്രഷ് സാധനങ്ങളൊക്കെ തോന്നുന്നു. എന്തോ പപ്പടം വരെ അടിപൊളിയായിരുന്നു. പപ്പടം വരെ അടിപൊളിയായിരുന്നു. നല്ല ഫുഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം സൂപ്പറായിരുന്നു.
മൊത്തത്തില് നല്ലൊരു പിന്നെ സ്ഥലമാണ്. നമുക്ക് ഇവിടെ View ഇങ്ങനെ അടിപൊളിയാണ്. എന്താ പറയാ ഇങ്ങനെ റഷ് ഇല്ലാണ്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ അങ്ങനെ പറ്റുന്ന സ്ഥലമാണ്. കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു റൂമൊക്കെ എടുത്ത് പയ്യനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ചില്ല് യൂഷ്വലി ചെയ്യാം. മൂന്നാർ ഭയങ്കര ക്രൗഡഡ് ആണ് ഇപ്പോൾ, ഭയങ്കര റഷാണ്. പക്ഷെ കാന്തല്ലൂർ കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആൾക്കാർക്ക് ഒരു ഹോം അവേ സമയത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാം. ഈസ്റ്റേൺ ഹിൽസ്, ഈസ്റ്റേൺ ഹെവൻ. ഈസ്റ്റേൺ ഹെവൻ ബാക്കിൽ. സോ ഗൈസ്, ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണേണ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.